സംസ്ഥാനത്ത് വിലക്കയറ്റം തടയാൻ സാധിച്ചെന്ന് മന്ത്രി ജി ആർ അനിൽ. വിപണിയിൽ ഫലപ്രദമായി സർക്കാരിനും സപ്ലൈകോയ്ക്കും പൊതുവിതരണ വകുപ്പിനും ഇടപെടാൻ കഴിഞ്ഞു. 46,000-ഓളം പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്ലൈകോയെ ആശ്രയിച്ചുവെന്നും സപ്ലൈകോയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് സപ്ലൈകോയെ വിശ്വാസമാണ്. ഓണക്കാലത്ത് സർവ്വകാല റെക്കോർഡിലേക്ക് സപ്ലൈകോ നീങ്ങുന്നു. ഓഗസ്റ്റ് മാസം മാത്രം 293 കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോയിൽ നടന്നു. ഓഗസ്റ്റ് 27 മാത്രം വിൽപ്പന 13 കോടി രൂപയിലേറെയായിരുന്നു. 29-ാം തീയതി എത്തി 30-ാം തീയതിയിലും 19 കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് നടന്നതെന്നും മന്ത്രി അറിയിച്ചു. 6,14,217 ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓഗസ്റ്റ് മാസം പൊതുവിതരണ വകുപ്പിൽ നടന്നത് സർവ്വകാല റെക്കോർഡ് വിൽപ്പനയെന്നും മന്ത്രി പറഞ്ഞു. ഓണം കഴിഞ്ഞാലും വെളിച്ചെണ്ണ വില കുറയ്ക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കൾക്കും ഉൽപ്പാദക സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ. ഇത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. ഉത്സവകാലങ്ങളിൽ ഇതിനുള്ള സാധ്യത സാധാരണയിലും വളരെയധികമാണ്. എന്നാൽ ഭക്ഷ്യഭദ്രതയുടെയും വിപണി ഇടപെടലിൻ്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുഖേന നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്.